മോനെ, നമ്മുടെ ഈ മാർക്കറ്റിംഗ് തന്ത്രങ്ങളെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊന്നും ഇപ്പൊ തൽക്കാലം പുറത്തു വിടരുത്. മനസ്സിലായോ? അതൊക്കെ നാളെ മീറ്റിംഗില് ഞാൻ നല്ല ഭംഗിയായിട്ട് അവതരിപ്പിച്ചോളാം. ശരിയമ്മ. പിന്നെ നാളെ രാവിലെയാണ് മീറ്റിംഗ് വെച്ചിരിക്കണത്. അതറിയാം. മാർക്കറ്റിങ്ങിന്റെ എല്ലാവരും എത്തുന്നാ പറഞ്ഞ. ഒരു കാര്യം പറഞ്ഞോട്ടെ, ഈ ബിസിനസ് സംബന്ധമായ കാര്യങ്ങളെ, വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങള് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ അതിന്റെ ഇടയിൽ ഈ ഒളിഞ്ഞു നിന്നുള്ള കേക്കലുണ്ടല്ലോ, മഹാബോറ. ഞാൻ ഒളിഞ്ഞൊന്നും കേട്ടില്ല. അതുകൊണ്ട് നിങ്ങളെ മാർക്കറ്റിംഗ് തന്ത്രമൊന്നും എന്റെ കമ്പനിക്ക് ആവശ്യമൊന്നും. കണ്ടല്ലോ. അപ്പൊ മാർക്കറ്റിംഗ് തന്ത്രത്തിനെ കുറിച്ചാണ് സംസാരിച്ചത്, നിനക്ക് മനസ്സിലായല്ലോ അല്ലേ? അത് മനസ്സിലായി. പ്രക്ഷോഭേട്ട അമ്മയടുത്ത് വരുന്ന ബിസിനസ് കാര്യം സംസാരിക്കണ്ടല്ലേ? അതെ, എന്റെ മോനാ. അത് ഇനിയിപ്പോ അതിന് വലിയ ബുദ്ധിയൊന്നും വേണ്ട. ഇത് വേറൊന്നും സംസാരിക്കൂലേ എന്റെ മോനെ എന്റെ അടുത്ത്? അയ്യോ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഞങ്ങൾ ഈ പറയുന്ന ഐഡിയ ഒക്കെ ഉണ്ടല്ലോ, എടുത്തു വെച്ച് നീ അങ്ങ് ഉണ്ടാക്കാതെ വിചാരിച്ച പൊന്നു മോളെ നടക്കത്തില്ല. കേട്ടല്ലോ? സുരഭി ഇപ്പൊ എന്തിനാ വന്നേ? അമ്മയടുത്ത് ഒരു കാര്യം പറയാം. ആ കാര്യം പറഞ്ഞിട്ട് പോയിക്കോ. എന്ത് കാര്യമാണാവോ? അടുത്ത ആഴ്ചയെ എന്റെ കമ്പനിയിൽ നിന്ന് പുതിയ പ്രോഡക്റ്റ് ഞാൻ മാർക്കറ്റിൽ ഇറക്കുന്നുണ്ട്. അപ്പോ ആ പാക്കറ്റില് നമ്മുടെ പിങ്കി മോളുടെ ഫോട്ടോ വെച്ചോട്ടെ. ആരുടെ ഫോട്ടോ? നിന്റെ പ്രോഡക്റ്റില് പിങ്കി മോളുടെ ഫോട്ടോ? നടക്കത്തില്ല. ഒരു പടമല്ലേ അമ്മേ? ആർക്കും ദോഷം ചെയ്യുന്ന കാര്യമൊന്നുമല്ലല്ലോ. അതെ, ഫോട്ടോയുടെ കാര്യമാണ്. അതുകൊണ്ട് തന്നെ പറഞ്ഞത്, നിന്റെ പ്രോഡക്റ്റില് പിങ്കി മോളുടെ ഫോട്ടോ വെച്ച് അങ്ങനെ നീ ഇറക്കണ്ട പ്രോഡക്റ്റ്. എനിക്കത് ഇഷ്ടമല്ല. പക്ഷെ പെണ്ണ് സമ്മതമല്ലേ? ഈ കാര്യത്തില് അമ്മയുടെ തീരുമാനം തന്നെയുണ്ട്. കേട്ടല്ലോ? അതെനിക്ക് അറിയാൻ വയ്യായിട്ട് ചോദിക്കുക. നിനക്ക് പിങ്കി മോളുടെ ഫോട്ടോ തന്നെ വെക്കണത് എന്താ ഇത്ര വലിയ നിർബന്ധം? വേറെ ആരുടെങ്കിലും ഫോട്ടോ വെച്ചോ? ഞാനൊരു കാര്യം പറയാം കൊച്ചേ, ഒരുപാട് പേര് ബിസിനസ് രംഗത്ത് വരികയാണ് പുതിയ പുതിയ പ്രോഡക്ട്സുമായിട്ട്. മനസ്സിലായല്ലോ? അപ്പൊ അത്രയ്ക്ക് ഭയങ്കരമായ കോമ്പറ്റീഷൻ ആയിരിക്കും. പിന്നെ ഈ ബിസിനസ് എന്നൊക്കെ പറഞ്ഞാലേ ലക്ഷങ്ങൾ എറിഞ്ഞിട്ട് കോടികൾ വാരുന്ന ബിസിനസ്സാ. അതൊക്കെ നിന്നെ പോലെ ഇന്നലെ വന്ന കൊച്ചു കൊച്ചു പിള്ളേർക്കൊന്നും മനസ്സിലാവത്തില്ല പറഞ്ഞാല്. എനിക്ക് ലക്ഷങ്ങൾ എറിഞ്ഞ് കോടികളൊന്നും വരണ്ട. ഏതായാലും ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, പിങ്കി മോളുടെ ഫോട്ടോ എടുത്ത് വെച്ച് നീ അങ്ങനെ ഉണ്ടാക്കാൻ നിൽക്കണ്ട. അമ്മയുടെ ആഗ്രഹം അങ്ങനെയാണെങ്കിൽ പിന്നെ അങ്ങനെ ആവട്ടെ. അയ്യോ, എന്തൊരു സ്നേഹം പിങ്കി മോളോട്. മോനെ, അതൊക്കെ ഇരിക്കട്ടെ. നാളത്തെ മീറ്റിംഗില് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം നമ്മൾ വിശദമായിട്ടൊക്കെ അവതരിപ്പിക്കണം. എന്താ? അത് വേറൊന്നും അല്ല, നമ്മൾ ലോഞ്ച് ചെയ്യാൻ പോകുന്ന പുതിയ പ്രോഡക്റ്റിന്റെ ഡീറ്റെയിൽസ് ഒക്കെ പറയുകയും കാണിക്കുകയും ചെയ്യുമ്പോൾ പിങ്കി മോളുടെ ഫോട്ടോ അതിലുണ്ടായിരിക്കും. മനസ്സിലായോ? വേറൊന്നും കൊണ്ടല്ലടാ, അവളുടെ പുതിയ പ്രോഡക്റ്റ്, സുരഭി പിക്കിൾസിന്റെ പുതിയ പ്രോഡക്റ്റ് വരുന്നതിന് മുമ്പേ നമ്മളെ പ്രോഡക്റ്റ് മാർക്കറ്റിൽ എത്തിയിരിക്കണം. മനസ്സിലായോ? അതിനകത്ത് നമ്മുടെ കുഞ്ഞിന്റെ ഫോട്ടോ ഉണ്ടായിരിക്കണം. അത് കാണുമ്പം അവളൊന്നും ഞെട്ടും. എനിക്കതൊന്ന് കാണണം, അത്രേ ഉള്ളൂ. അയ്യോ.